അങ്ങനെ എൻ്റെ ചെറിയ വെക്കേഷനൊക്കെ തീരാറായി. അതുകൊണ്ട് നമുക്കിന്ന് കുറച്ചേറെ പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഈ പ്രോപ്പർട്ടി മേടിച്ചപ്പോൾ അപ്പൻ ആദ്യം ചെയ്തത് ഞങ്ങൾ മക്കളെ കൊണ്ട് ഇവിടെ കുറച്ച് തെങ്ങ് വെപ്പിക്കുക എന്നുള്ളതായിരുന്നു. തേങ്ങയെങ്കിലും കിട്ടുമല്ലോ എന്ന് വെച്ചായിരിക്കാം. ദേ നിൽക്കുന്ന തെങ്ങ് കണ്ടോ, അത് ഞാൻ വെച്ചാണ്. ഫൈനലി അത് കായ്ച്ചു ഗൈസ്. ഞാൻ വന്നിട്ട് പോകാൻ നേരം ഞങ്ങളുടെ പറമ്പിലെ എല്ലാ ചെടികൾക്കും മരങ്ങൾക്കും ഒരു ട്രോമ തന്നെയാണ് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് പോകും. ഞാൻ എപ്പം വന്നാലും തിരിച്ചു പോകുമ്പോൾ കറിവേപ്പില കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ അടുക്കളപ്പുറത്തുള്ള ഈ കുഞ്ഞിനിലയെ നമ്മൾ ചെറുതായിട്ട് കാണരുത്, ബിക്കോസ് ഹീസ് എ ടൈനി ബണ്ടിൽ ഓഫ് ഹെൽത്ത്. നമ്മുടെ ഡൈജഷനെ സ്മൂത്ത് ആക്കാനുള്ള കുറെ എൻസൈംസ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കറിയിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ കറി ലീവ്സിന് ആന്റി എമെറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വോമിറ്റിങ്ങിനെ അവോയ്ഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സോ മോഷൻ സിക്നസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ട്രാവലൊക്കെ ചെയ്തതിന് മുമ്പ് ഇത് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. പറമ്പിൽ നിന്ന് തിരിച്ചു പോകുന്നപ്പോൾ ചക്ക ഉപ്പേരി വറക്കാൻ വേണ്ടി ഒരു ചക്കയായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. മമ്മി അതെല്ലാം ക്ലീൻ ആക്കി വറക്കാനായിട്ട് എണ്ണയിലിട്ടെ. ബീഫ് കറി ഉണ്ടായിരുന്നേ, അതുകൊണ്ട് കുറച്ച് ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നതിൽ തെറ്റില്ലല്ലോ. മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. ഇത് ഇത്തവണ വീട്ടിൽ ഉണങ്ങിയ മാങ്ങയാണ്. ഇതുകൊണ്ടൊരു അച്ചാറുണ്ട് എന്റെ പൊന്നു മോനെ. മമ്മി ചക്കവറക്കലിൽ ബിസി ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു കോഫി ഇട്ടേക്കാന്ന് വെച്ചേ. അപ്പോഴത്തേനും നമ്മുടെ മഴ ഇങ്ങ് എത്തി കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഉപ്പേരിയും കോഫിയും ഒക്കെ ആയിട്ട് സിറ്റ് ഔട്ടിൽ പോയിരുന്ന മഴ നല്ലപോലെ ആസ്വദിച്ചേ.